പേപ്പർ മിൽസ് 1988 ബ്രിട്ടീഷുകാരുടെ ഇന്നത് ഡാൽമിയ ഗ്രൂപ്പിൻ്റെ ഈ തമിഴ് വംശജരൊക്കെ ഉണ്ട്. പിന്നെ ശബരിമല വിഷയമൊക്കെ നിൽക്കുന്നതൊക്കെ കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ തമിഴ്നാടുമായി ഏറ്റവും സമീപത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു നഗരമാണ് പുനലൂർ. പുനലൂരിലാണ് ABC മലയാളത്തിൻ്റെ തിരഞ്ഞെടുപ്പ് യാത്ര ഇന്ന് എത്തി നിൽക്കുന്നത്. വിശദമായി തന്നെ 2016-ലെയും 2021-ലെയും നിയമസഭാ കണക്കുകൾ ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കും. കൂടാതെ 2019-ലെയും 2024-ലെയും ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ പുനലൂർ നിയമസഭാ മണ്ഡലത്തിൽ ലഭിച്ച വോട്ട് ശതമാനവും ഏറ്റവും ഒടുവിൽ നടന്ന ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൻ്റെ ഫലവും ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കും. ഇനി നിങ്ങളുടെ ഊഴമാണ്. നിങ്ങൾക്ക് എത്രയും വേഗം കണക്കുകളും വസ്തുതകളും കേൾക്കും മുമ്പ് ഈ മണ്ഡലത്തിൽ ഏത് മുന്നണിക്കാണ് വിജയസാധ്യത എന്ന് പ്രവചിക്കാനുള്ള അവസരം ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കമൻറ്റ് ബോക്സിലേക്ക് ചെന്ന് ഞങ്ങളുടെ ലിങ്ക് ക്ലിക്ക് ചെയ്ത് അതിനുള്ള അവസരം പാഴാക്കാതിരിക്കും. സർ, പുനലൂർ. അപ്പോൾ പുനലൂർ എന്ന് കേൾക്കുമ്പോൾ അതിൻ്റെ തമിഴ്നാട് ബോർഡർ, പിന്നെ നമ്മുടെ പേപ്പർ മിൽസ് 1988 ബ്രിട്ടീഷുകാരുടെ ഇന്നത് ഡാൽമിയ ഗ്രൂപ്പിൻ്റെ കൈവശമാണ്. കൂടാതെ തിരുവാങ്കൂർ ആദ്യ റെയിൽ പാത ഓർക്കുന്നുണ്ടാവും. ഏറ്റവും അവസാന ദിവസങ്ങളിൽ ആ സഖിന്റെ ചുരത്തിലൂടെ പോകുന്നത് വളരെ മനോഹരമായ കാഴ്ച കണ്ട് പോകാൻ പറ്റും. സിനിമയിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഷാജിയൻ കരുണ്ട് സ്വം സിനിമയില് അത് വളരെ മനോഹരമായി ചിത്രീകരിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് ഓർമ്മകളാണ്. ഒരു മലയോര ഗ്രാമം, നാരോ ഗേജ്. അത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഇപ്പൊ പലയിടത്തും കാണാനില്ല. അതിന്റെ അവസാന യാത്രയൊക്കെ വലിയ ആഘോഷത്തോടു കൂടിയൊക്കെ ഇതിൽ നിന്ന് ഉണ്ടായ ഒരു കൂട്ടായ്മ പോലെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇവിടെ യാത്ര ചെയ്തിട്ടുണ്ട്. വളരെ മനോഹരമായ ഒരു സ്ഥലമായിരുന്നു. നമ്മുടെ നിലമ്പൂർ പണ്ട് നമ്മൾ പറയും ഏറ്റവും വലിയ ചൂട് പാലക്കാടാണ്, അതിനേക്കാൾ കൊടും ചൂടാണ് പുനലൂര്. അവിടുത്തെ തെരഞ്ഞെടുപ്പിനും അതിനേക്കാൾ വലിയ ചൂടാണ്. ഈ തമിഴ്നാടുമായിട്ട് ചേർന്ന് കിടക്കുന്നതുകൊണ്ട് തന്നെ പുനലൂർ എന്നുള്ളത് പുനൽ ഊര്, ഇത് രണ്ടും തമിഴ് വാക്കാണ്. ഇതിൽ നിന്നാണ് പിന്നെ പുനലൂർ എന്ന് പറഞ്ഞത്. പുഴ എന്ന അർത്ഥമുണ്ട്. പല അഭിപ്രായ ഭേദങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ പുനലൂർ പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് തൂക്കുപാലമാണ്. ആയില്യം തിരുനാൾ മഹാരാജാവിന്റെ കാലത്ത് 1877 അതിന്റെ പണി പൂർത്തിയാക്കിയത്. 71 അതിന് അനുമതി കൊടുത്തു. 80 പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുത്തു. ഇപ്പോൾ അത് കാഴ്ചവസ്തുവായിട്ട് ഇട്ടിരിക്കുകയാണ്. നടന്നു പോകാം, ബസ്സൊക്കെ പണ്ട് സമാന്തരമായിട്ട്. 4 കിണറിലാണ് ഇതിന്റെ നിർമ്മാണം ഇരിക്കുന്നത്. അതിന്റെ റിപ്പയറിങ് വന്നപ്പോൾ ആർക്കും ഒരു പിടുത്തവുമില്ല. ഒരു ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഉണ്ടാക്കിയതല്ലേ, അവരുടെ ടെക്നോളജിയിൽ അവര്. അതെ. പിന്നെ മലയോര പട്ടണമാണ്, കല്ലടയാറിന്റെ കുറുകയാണ്. പിന്നെ ഫ്ലൈവുഡ് ഫാക്ടറി ഉണ്ട്, ഫ്ലൈവുഡ്, പേപ്പർ മില്ല്, തൂക്കുപാലം, ഇത് ഇത്രയുമാണ്. കല്ലടയാർ 121 കിലോമീറ്റർ നീളത്തിൽ ഒഴുകുകയാണ് അതുവഴി. പിന്നീട് ഇവിടെ നമുക്ക് എടുത്തു പറയുന്ന പുനലൂർ ബാലൻ എന്ന് പറയുന്ന ഒരു കവി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉള്ളവർക്ക് അത്ര അറിയില്ല. ആ ഒരു കവിയാണ് നമുക്ക് പുനലൂർ പറയുമ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നത്. കൊല്ലത്ത് നിന്ന് 45 കിലോമീറ്റർ കിഴക്ക്, തിരുവനന്തപുരത്ത് നിന്ന് 72 കിലോമീറ്റർ വടക്ക്, പത്തനംതിട്ടയിൽ നിന്ന് 32 കിലോമീറ്റർ തെക്ക് മാറിയുമാണ് പുനലൂർ സ്ഥിതി ചെയ്യുന്നത്. ഇതുവഴി അച്ചൻകോവിൽ കയറാം. അതിസുന്ദരമായ ടൂറിസ്റ്റ് സ്ഥലമാണ്. ഈ മൃഗങ്ങളെയൊക്കെ കണ്ടുപോകാം. എന്തായാലും പുനലൂര് ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ്. നല്ല രാഷ്ട്രീയ പോരാട്ടങ്ങൾക്ക് വിശദമായി അതിന്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാരുടെ കേന്ദ്രമാണ്. പ്രത്യേകിച്ച് വലത് കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു ഈറ്റില്ലമാണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് 17 തവണ ഇവിടെ 1957 മുതൽ 2021 വരെ 17 തവണ അവിടെ തെരഞ്ഞെടുപ്പും ഉപതെരഞ്ഞെടുപ്പുകളും ഒക്കെ നടന്നിട്ടുണ്ട്. ഈ 17-ൽ 11 പ്രാവശ്യവും ഇതിൽ സീറ്റ് അടിച്ചുകൊണ്ട് പോയത് CPI. ഇതിൽ PK ശ്രീനിവാസൻ തന്നെ 3 പ്രാവശ്യം ഈ മണ്ഡലത്തിൽ നിന്ന് വിജയം കൈവരിച്ചിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പുത്രൻ PS സുബാൽ, അദ്ദേഹവും 3 പ്രാവശ്യം ഈ മണ്ഡലത്തിൽ നിന്ന് വിജയിക്കുന്നുണ്ടായി. അദ്ദേഹത്തിൻ്റെ വിജയമാണ് ഇപ്പോൾ നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് വന്നിരിക്കുന്നത് 2021. അതിനു മുമ്പ് അദ്ദേഹം 2011 ജയിച്ചിട്ടുണ്ട്. 1996 ഇതേ വിജയം കൈവരിച്ചിട്ടുണ്ട്. പിന്നെ അതിനുശേഷം തുടർച്ചയായിട്ട് 3 പ്രാവശ്യം വിജയിച്ച ആളാണ് ശ്രീ K രാജു, നമ്മുടെ പഴയ വനം വകുപ്പ് മന്ത്രി, ഇപ്പൊ ദേവസ്വം ബോർഡ് മെമ്പറും ഒക്കെ ആയിരിക്കുന്ന K രാജു. അദ്ദേഹം 2006 അവിടെ നിന്ന് ജയിച്ചു, 2011 ജയിച്ചു, 2016 ജയിച്ചു. ഇതിനിടയ്ക്ക് പറയട്ടെ, CPIയിലെ അധികായന്മാർ അവിടെ നിന്ന് ജയിച്ചിട്ടുണ്ട്. MN ഗോവിന്ദൻ നായർ 67. പിന്നെ ചിത്തരഞ്ജൻ
87-ല് അവരൊക്കെ അതാണ് ഞാൻ പറഞ്ഞത്. ഇത് CPI കോട്ടയം. ഈറ്റില്ലമാണ്. 17-ൽ 11 പ്രാവശ്യവും ഇലക്ഷൻ നടന്ന സ്വതന്ത്ര കേരളത്തിലെ 17-ൽ 11 പ്രാവശ്യവും ജയിച്ചത് CPIക്കാരാണ്. ഇതിൽ നമുക്കിനി കണക്ക് നോക്കിയാൽ 2021 നിയമസഭാ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ അന്ന് PS സുബാൽ ആണ് അവിടെ CPIക്ക് വേണ്ടി മത്സരിച്ചത്. അദ്ദേഹത്തിന് 37,057 വോട്ടിന്റെ ലീഡ്. ജില്ലയിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷമാണത്. അതെ, ജില്ലയിലെ ഏറ്റവും വലിയ, കേരളത്തിലെ തന്നെ വലിയ ഭൂരിപക്ഷങ്ങളിൽ ഒന്നാണ്. നല്ല ഭൂരിപക്ഷമല്ലേ? 37,000 40,000 അടുപ്പിച്ച് വരും. 16 അടുത്ത് കിട്ടിയിട്ട് നിലനിർത്താനും കഴിഞ്ഞിട്ടുണ്ട്. അതെ, അതിന് പിന്നെ തൊട്ട് താഴെ വന്നിട്ടുള്ളത് കരുനാഗപ്പള്ളിയിൽ നിന്ന് CR മഹേഷേ ഉള്ളൂ. അതെ. അന്ന് അവിടെ മത്സരം എന്തെന്ന് വെച്ചാൽ പ്രത്യേകത, നമ്മുടെ രണ്ടത്താനിയാണ്. അബ്ദുൾ റഹ്മാൻ രണ്ടത്താനിയെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഈ ഇവിടെ പിടിക്കണം, നമ്മുടെ പുനലൂർ പിടിക്കണം, ഇത് നമ്മുടെ സ്ഥലമാണെന്ന് പറഞ്ഞ് കൊണ്ടുവന്നു. ഇപ്പൊ ഒരു പുതിയ വാർത്ത വന്നിട്ടുണ്ട്. ലീഗ് ഒരു പാക്കേജ് വെച്ചിട്ടുണ്ട്. പുനലൂര്, ചടയമംഗലം, ഇരവിപുരം, ഇതിങ്ങനെ ഈ 3 സീറ്റ് വെച്ച് മാറുന്ന. ഇരവിപുരം വിട്ടുകൊടുക്കാൻ RSP തയ്യാറാകുന്നില്ല, സംശയമാണ്. എന്തായാലും അന്ന് രണ്ടത്താനി മത്സരിച്ചിട്ട് പോലും അദ്ദേഹത്തിന് ഈ 37,000 ചില്ലുവാനും വോട്ടിന്റെ ഭൂരിപക്ഷം പിന്നെ സുബാലിന് കിട്ടിയെന്ന് പറഞ്ഞാൽ, അപ്പൊ CPIയുടെ ഒരു ഉറച്ച കോട്ടയാണ്. സുബാലിനൊക്കെ നല്ല ബേസ് ഉള്ള സ്ഥലമാണെന്ന് ഊഹിക്കാമല്ലോ. മുസ്ലിം വോട്ട് വളരെ കൂടുതലുണ്ട്. പിന്നെ കൂടുതലല്ല, എന്നാലും കൺസിഡറബിൾ ആണ് അവിടെ മുസ്ലിം വോട്ട്. പിന്നെ തമിഴ് വംശജരുണ്ട്. തമിഴ് വംശജർ നല്ലപോലുണ്ട്. പിന്നെ ഈ തൊഴിലാളികൾ, ഈ പല വിധത്തിലുള്ള തൊഴിലാളികൾ, കർഷക തൊഴിലാളികൾ ഉൾപ്പെടെ, ഈ കല്ലാർ എന്ന് പറയുന്നത്, കല്ലടയാർ എന്ന് പറയുന്നത് അവിടുത്തെ ഒരു വലിയ ഇറിഗേഷൻ പ്രോജക്റ്റ് ആയിരുന്നു. ഏറ്റവും കൂടുതൽ അഴിമതിയൊക്കെ നടന്ന സ്ഥലമാണെങ്കിലും കല്ലട ഇറിഗേഷൻ പ്രോജക്റ്റ് വലിയ അഴിമതിയൊക്കെ നടന്ന സ്ഥലമാണ്. പക്ഷെ എങ്കിലും കല്ലട ആറ് അവിടുത്തെ കാർഷിക സമ്പത്തിന് വലിയ മുതൽക്കൂട്ടായിട്ടുള്ള ഒരു നദി തന്നെയാണ്. അതുകൊണ്ട് തന്നെ കർഷക തൊഴിലാളികളും ഒക്കെ ഒരുപാടുള്ള സ്ഥലമാണ്. അതുപോലെ തന്നെ പുനലൂർ പേപ്പർ മിൽ അടക്കമുള്ള പ്ലൈവുഡ് ഫാക്ടറി അടക്കമുള്ള സ്ഥാപനങ്ങൾ ഉള്ളതുകൊണ്ട് തൊഴിലാളികൾക്കും അവിടെ വലിയ പ്രാധാന്യമുണ്ട്. പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യം, CPI നിരന്തരമായിട്ട് ജയിച്ചു വരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഭരണവിരുദ്ധ വികാരം മുഴുവൻ അത് തിരിച്ചടിക്കുമ്പോൾ CPI തകർന്നു പോകുന്ന ചില ലക്ഷണങ്ങളാണ് പക്ഷേ ഈ മണ്ഡലത്തിൽ വലിയ ആ കാറ്റ് അടിച്ചിട്ടില്ല എന്ന് നമുക്ക് വേണം കാണാൻ. അത് നമ്മള് പാർലമെന്റിന്റെ സാറെന്ന് പറഞ്ഞാൽ പറയുമ്പോൾ നമുക്ക് ഈ സാറേ ഈ 16-ലെയും 21-ലെയും കണക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് സംസാരിച്ച ശേഷം പാർലമെന്റിലേക്ക് വരാം. സാർ, നമുക്ക് അതിനകത്ത് പിന്നെ 2016-ൽ 1,44,471 വോട്ടുകളാണ് പോൾ ചെയ്തത്. അത് 70.6%. അത് 2021-ലേക്ക് വരുമ്പോൾ 1,46,251, 70.8 ലേശം ഒന്ന് വർദ്ധിച്ചു. ആദ്യം 2016-ൽ വിജയിച്ചിരുന്നത് K. രാജുവാണ്. 33,000 പേർ വോട്ടുകൾക്കാണ് അദ്ദേഹം വിജയിക്കുന്നത്. 33,582 വോട്ടുകൾ. അയാൾക്ക് അദ്ദേഹത്തിന് 82,136 വോട്ടുകൾ ലഭിച്ചു. 56.85%. ഇത് അടുത്ത വർഷം സുബാലിലേക്ക് വരുമ്പോൾ 37,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷമായി വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. 54.99 പിന്നെ ആണ് വോട്ട് അദ്ദേഹത്തിന് ലഭിച്ച വോട്ട്. പക്ഷേ അത് വോട്ടുകളുടെ എണ്ണം അന്നവിടെ കൂടിയിരുന്നു ആണ് സംഭവിച്ചത്. ഇവിടെയും രണ്ടത്താണി സാർ പറഞ്ഞ പോലെ രണ്ടത്താണിയാണ് അവിടെ നിന്ന് വന്ന് ഇവിടെ മത്സരിച്ച്. പക്ഷേ 43,371 വോട്ടുകളെ അദ്ദേഹത്തിന്. അതിനു മുമ്പും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആയിരുന്നു. അത് ഡോക്ടർ യൂനസ് കുഞ്ഞാണ് അവിടെ മത്സരിച്ചത്. അതിന് 48,000 പേർ വോട്ട്. അല്ല സാർ, അത് വോട്ടിൽ വ്യത്യാസം കാണാറുണ്ട്. കാരണം 48,554 വോട്ട് അദ്ദേഹം പിടിച്ചപ്പോൾ രണ്ടത്താണിക്ക് 43,000 പേർ വോട്ടുകളെ വോട്ട് കൂടിയിട്ട് പോലും ഭൂരിപക്ഷം അത് വോട്ടുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. പിന്നെ തേർഡ് പ്ലേസ് വന്നിരിക്കുന്നത് സിസിൽ ഫെർണാണ്ടസ്, അന്ന് KAC. അന്ന് PC തോമസിന്റെ കേരള കോൺഗ്രസ് NDAയുടെ കൂടെ. അപ്പൊ അവർക്ക് കൊടുത്ത സീറ്റാണ് ഈ അഡ്വക്കേറ്റ് സിസിൽ ഫെർണാണ്ടസ് മത്സരിക്കാനിടയായത്. സിസിൽ ഫെർണാണ്ടസിന് 10,558 വോട്ടിന്റെ വോട്ട് നേടാൻ കഴിഞ്ഞുള്ളൂ. പക്ഷേ അത് 21-ലേക്ക് വരുമ്പോൾ ആയൂർ മുരളിയാണ് 20,069 ഇരട്ടിയാക്കി. ഇവിടെ ഈ BJPക്ക് വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുന്നു. അന്ന് അത്ര സ്വാധീനം ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ പിന്നെ തദ്ദേശ സ്വയംഭരണത്തിൽ മത്സരത്തിലും അതിനു മുമ്പ് പാർലമെന്റിൽ നടന്ന മത്സരത്തിലും
BJP കുറച്ച് മുന്നേറ്റം ഇപ്പോഴത്തേനേക്കാൾ കുറെ കൂടെ മുന്നേറ്റം അതെ സാർ, കണക്ക് വെച്ച് നമുക്ക് സംസാരിക്കുമ്പോൾ നമുക്കൊരു കാര്യം പറയാൻ പറ്റുമെന്ന് പറയുന്നത് BJP ആദ്യകാലങ്ങളിൽ വലിയ കണ്ണ് വെച്ചിട്ടില്ലാത്ത ഒരിടമായിരുന്നു പുല്ലൂര്. പക്ഷെ അതുകൊണ്ടാണ് അതിനെ ഘടകകക്ഷികൾക്ക് ആ സീറ്റ് നൽകിയിട്ടുള്ളത്. പക്ഷെ എന്നിട്ട് അതിനെ വീണ്ടും അവരൊന്ന് ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ മത്സരിക്കുമ്പോഴാണ് 20,000 പേരെ വോട്ടുകൾ അവർക്ക് ബേസ് അവർക്ക് ഈ തമിഴ് വംശജരൊക്കെ ഉണ്ട്. പിന്നെ ശബരിമല വിഷയമൊക്കെ നിൽക്കുന്നതൊക്കെ അനുകൂല ഘടകമാക്കി മാറ്റാൻ കഴിയും. പക്ഷെ അവിടെ ഈ കമ്മ്യൂണിസ്റ്റ് വോട്ടുകളും മുസ്ലിം വോട്ടുകളും ഒക്കെ കൂടുതലുള്ള ഒരു മണ്ഡലമാണ് എന്നുള്ളതാണ് അവിടെ BJPക്ക് അധികം കടന്നു കയറാൻ അല്ല, നല്ല തോതിൽ അവിടെ ഒരു കമ്മ്യൂണിസ്റ്റ് ബേസ് ഉണ്ട്. അത് മറ്റു പല കാരണങ്ങൾ കൊണ്ടും ആ ബേസ് അവർക്ക് നിലനിർത്തുന്ന അവർ വിജയിച്ചതെന്ന് കാണുന്നുണ്ട്. പക്ഷേ ഇനി നമുക്ക് 2019 ലോക്സഭാ കണക്കുകളിലേക്ക് നമ്മൾ വരുമ്പോൾ UDFന് കൊല്ലം മണ്ഡലമാണത്. കൊല്ലം മണ്ഡലത്തിൽ പുനലൂർ നിയമസഭാ മണ്ഡലത്തിൽ ആ ലോക്സഭാ ഇലക്ഷന് കിട്ടിയത് UDFന് 50.1% വോട്ടുകളാണ് ലഭിച്ചത്. 73,622 വോട്ടുകൾ. LDFന് 37.4 കിട്ടിയത്. നല്ല വ്യത്യാസമുണ്ട്. 50-37 നിൽക്കുന്നത്. 54,000 പേരെ വോട്ടുകളാണ് അവർക്ക് കിട്ടിയത്. NDAക്ക് 11% വോട്ടുകളാണ്. 16,168 വോട്ടുകളാണ്. പക്ഷേ അത് 24 വരുമ്പോൾ ഈ 50 എന്നുള്ളത് UDFന് 46.6 കുറയുന്നു എന്നുള്ളതാണ്. LDFന് 37 നിന്ന് 33.2 കുറഞ്ഞു. അത്രയും കൂടെ BJPക്ക് അവിടെ 11 എന്നുള്ളത് BJPക്ക് 18.3. ഇപ്പോൾ സാറിന് ചോദ്യത്തിന്റെ മറുപടി ഇതിനകത്തുണ്ട്. അതുകൊണ്ട് അവർ കയറി വരുന്നുണ്ട്. അത് നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് 2021 തെരഞ്ഞെടുപ്പ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു ബേസ് ഉണ്ട് എന്ന് അവർക്ക് മനസ്സിലായി. അപ്പൊ അതിവിദൂരമല്ലാതെ അവർക്ക് നേട്ടമുണ്ട്. അല്ല, അത് ഈ ഇത്തവണത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും അത് വന്നിട്ടുണ്ട്. UDFന് 53,845 വോട്ടാണ് കിട്ടിയത്. LDFന് 62,278 വോട്ടാണ് കിട്ടിയത്. BJP 22,235. അപ്പോഴും തെറ്റില്ലാത്തൊരു ഭൂരിപക്ഷം LDF അവിടെ പിടിച്ചിട്ടുണ്ട്. 8,433 വോട്ടിന്റെ ലീഡ് അപ്പോഴും LDFനുണ്ട്. ഈ തദ്ദേശ സ്വയംഭരണത്തിന്റെ കണക്കെടുക്കുമ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. ഇതിനകത്ത് സാർ നമുക്ക് മറ്റൊരു കാര്യം ശ്രദ്ധിച്ചാൽ 57 മുതലാണ് ഇവിടെ ഉള്ളത് അതിശക്തന്മാരായ ആൾക്കാർ. ഇത് ശക്തന്മാരുടെ ഒരു മണ്ഡലമാണ്. നമുക്ക് അവരെ കുറിച്ച് പ്രേക്ഷകർക്ക് വേണ്ടിയെങ്കിലും ചില വാക്കുകൾ പറയാതെ പോകുന്നത് ശരിയല്ല. ഇപ്പോൾ CM സ്റ്റീഫൻ ഓർക്കുകയാണെങ്കിൽ അന്ന് ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവായി സാർ എന്തെങ്കിലും പറയാനുണ്ടാവുക. പിന്നെ അപ്പോൾ CM സ്റ്റീഫൻ ഒന്ന്. CM സ്റ്റീഫന്റെ പ്രത്യേകത വാജ്പേയിയെ ഡൽഹിയിൽ മുട്ടുകുത്തിച്ചു എന്നുള്ളതാണ്. മത്സരിച്ച മലയാളിയാണ്. എനിക്ക് തോന്നുന്നു 3,000 പേർ വോട്ടുകൾക്ക് BJP കേന്ദ്രങ്ങൾ മുഴുവൻ ഞെട്ടി. വാജ്പേയി തോറ്റു, അതും ഡൽഹിയിൽ. ഇന്ദിരാഗാന്ധിക്കൊക്കെ ഇന്ദിരാഗാന്ധിയുടെ അസാന്നിധ്യത്തിൽ പോലും പാർലമെന്റിൽ കോൺഗ്രസിന് വേണ്ടി പോരാടിയ ഒരു മലയാളി എന്നുള്ള നേരം ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ അതല്ല സാർ പറഞ്ഞ പോലെ ഡൽഹിയെ വിറപ്പിച്ചുകൊണ്ടാണ് ഒരു മലയാളി എന്ന് വാജ്പേയിക്കെതിരെ. വാജ്പേയി പരാജയപ്പെട്ടു വന്നപ്പോൾ ഇന്ത്യ മുഴുവൻ ഞെട്ടിയ ഒരു ഇടുക്കിയാണ് സ്റ്റീഫൻ മത്സരിച്ചത്. സ്റ്റീഫൻ ഇവിടെ വന്ന് ജയിച്ചു എന്നുള്ളതാണ്. ഈ പുനലൂർ വന്നിട്ട് ഈ CPIയുടെ കോട്ടയിൽ, CPI എല്ലാ തവണയും അവിടെ വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന ആ കോട്ടയിൽ വന്നിട്ട് 812 വോട്ടിന് അദ്ദേഹം മറിച്ചത് ഒരുപാട് വോട്ടുകളാണ്. അന്ന് എവരുടെ ഉറച്ച മണ്ഡലമാണ്. 57 അറിയാലോ. 812 എന്ന് പറയുന്നത് 812 ലീഡ് എന്ന് പറയുന്നത് എത്രയധികം വോട്ടുകൾ, 10,000-10,000 വോട്ടുകൾ മറിച്ചിട്ടാണ് ഇതിനകത്ത് ഈ മണ്ഡലത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ആര്യങ്കാവ് തെന്മല ഭാഗം കുളത്തൂപ്പുഴയൊക്കെയാണ് തമിഴര് കൂടുതലുള്ള ഉണ്ട്. ആര്യങ്കാവ് എന്ന് പറഞ്ഞാൽ ശരിക്കും തമിഴ്നാട് കൾച്ചർ തന്നെയാണ്. നമ്മുടെ നല്ലൊരു ബോർഡറാണ്. പിന്നെ ഈ മലഞ്ചരക്ക് വ്യാപാരം ഒക്കെ. അപ്പോൾ അതിനകത്ത് CM സ്റ്റീഫനെ നമ്മൾ പറഞ്ഞ സ്ഥിതിക്ക് മറ്റൊരാൾ MN ഗോവിന്ദൻ നായർ, വളരെ അധികായനായ മനുഷ്യൻ, CPIയുടെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളിൽ വളരെ പ്രഗത്ഭനായ മനുഷ്യൻ. അതായത് ഇവർക്കെല്ലാം ഒരു പ്രത്യേക കാറ്റഗറിയാണ്. അതായത് പലരും പറയുന്നത് C അച്യുതമേനോനേക്കാൾ മുമ്പ് മുഖ്യമന്ത്രിയാകേണ്ട ആളായിരുന്നു MN ഗോവിന്ദൻ നായർ. പക്ഷെ MN ഗോവിന്ദൻ നായർ പറഞ്ഞ് എനിക്ക് താല്പര്യമില്ല, എനിക്ക് മുഖ്യമന്ത്രി സ്ഥാനം വേണ്ട, അതിന് താഴോട്ടുള്ളത് എന്തെങ്കിലും മതിയെന്ന് MN പറഞ്ഞു എന്നാണ് പറയുന്നത്. തിരുവനന്തപുരത്തിന്റെ MP ആയിരുന്നു. ഒരു തവണ അദ്ദേഹത്തിനെ തോൽപ്പിക്കുകയും ചെയ്തു. തോറ്റതാണ്. പക്ഷെ പലരും പറയുന്നത് CPM തോൽപ്പിച്ചു. നമ്മുടെ ഈ ലക്ഷം വീട് കോളനിയുടെ ഉപജ്ഞാതാവാണ്. ആ വിധത്തിലെല്ലാം അദ്ദേഹം വളരെ പ്രസിദ്ധനാണ്. തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന്റെ കയ്യൊപ്പുള്ള ഒരുപാടുണ്ട്. ഒരു വീടിന് ഒരു മുറം നെല്ലെന്നൊക്കെ പറഞ്ഞ പല പദ്ധതികൾ അദ്ദേഹം വിദ്യാർത്ഥികൾക്ക് നെൽകൃഷി എന്നൊക്കെ പറഞ്ഞ CPIക്കാരുടെ മാവേലി സ്റ്റോർ എന്ന് പറയുന്നത് ആരാ കൊണ്ടുവന്നത്? അല്ലേ? ചന്ദ്രശേഖരൻ നായർ. നായരാണ് കൊണ്ടുവന്നത്.
പിന്നീടാണ് പിന്നെ പി കെ ശ്രീനിവാസന്റെ വരവ്. അദ്ദേഹം വളരെ പ്രഗത്ഭനായ ഒരു രാഷ്ട്രീയക്കാരനാണ്. അതിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ മകൻ പിന്നെ സുബാല്, അദ്ദേഹം നിലനിർത്താൻ അദ്ദേഹത്തിന് കഴിയുന്നു. ഇതൊക്കെയാണ് നമ്മുടെ മറ്റാരും മോശക്കാരായതുകൊണ്ടല്ല നമ്മുടെ പേര്, പക്ഷെ ഒരു ഗ്രേഡ് കൂടിയ കേരളം മുഴുവൻ അറിയപ്പെട്ടിരുന്ന ചില ആൾക്കാരും ഇന്ത്യയിൽ അറിയപ്പെടുന്ന ആൾക്കാരും അവിടെ നിന്ന് മത്സരിച്ച കൂട്ടത്തിലുള്ളത് കൊണ്ടാണ് നമ്മൾ അവരെ എടുത്തു പറയുന്നത്. ഏറ്റവും ഒടുവിലേക്ക് വരുമ്പോൾ CPI ഘട്ടം ഘട്ടമായിട്ട് അവരുടെ ബേസ് വർദ്ധിപ്പിച്ച് വരുന്ന കേരളത്തിൽ ഒരു മണ്ഡലം CPI ആണ് വർദ്ധിപ്പിച്ച് വരുന്ന ഒരു മണ്ഡലമാണ്. അങ്ങനെയെങ്കിൽ ഇത്തവണ എന്തായിരിക്കും സ്ഥിതി? BJP ലേശമോടെ കൂത്തുപറമ്പെന്നോ CPM-ന്റെ വലിയ തകർച്ച ഉണ്ടാകുകയാണെങ്കിൽ CPI-യും അതുപോലെ പോകും എന്നുള്ളതാണ്. CPM-നും വലിയ തകർച്ച ഉണ്ടാകുകയാണെങ്കിൽ അതുപോലെ തന്നെ താഴേക്ക് പോകും. പക്ഷേ പുനലൂര് അങ്ങനെ ആരും പോകില്ലെന്നാണ് വിശ്വാസം. മേൽവിലാസം നിലനിർത്തും. മേൽവിലാസം നിലനിർത്തുമെന്നാണ്. പ്രത്യേകിച്ച് സുബാലൊക്കെ മത്സരിക്കുകയാണെങ്കിൽ അവിടെ ഇപ്പോഴും ശക്തമായ തെരഞ്ഞെടുപ്പ് തന്നെയായിരിക്കും. അല്ല, ജനങ്ങളുമായി പിന്നെ സാധാരണക്കാരനുമായി കൂടുതൽ അടുത്ത് നിൽക്കുന്ന ചില നേതാക്കൾ അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അച്ഛനെ പോലെ ബന്ധം സ്ഥാപിക്കാൻ സുബാലിനും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും വളരെ വീർട്ടൊരു പോരാട്ടമായിരിക്കാം ഇനി വരാനിരിക്കുന്നത്. ഇനി ഒന്നേ നമുക്ക് അറിയാനുള്ളൂ, മറ്റേതെങ്കിലും പാർട്ടി കോൺഗ്രസിന് ഒരിക്കൽ കൂടി ഒരു വലിയ കൊടി പാറിക്കാൻ ഈ ഒരു സാഹചര്യത്തിൽ അവിടെ കഴിയുമോ എന്നുള്ളത് മാത്രമാണ് അവിടുത്തെ ഒരേ ഒരു ആകാംക്ഷ. അത്രേ ഉള്ളൂ. അതും കിട്ടാൻ ചാൻസ് കുറവാണെന്നാണ് തോന്നുന്നത്. കാരണം ഇപ്പോഴും ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പോലും വോട്ടുകളുടെ കണക്ക് വെച്ച് നോക്കുമ്പോൾ 8500 അടുപ്പിച്ച് വോട്ടിന്റെ ഡിഫറൻസ് LDF-ഉം UDF-ഉം തമ്മിൽ തന്നെയുണ്ട്. BJP അതിലും വളരെ പുറകിലാണ്. അതെ, പുറകിലാണ്. ഞങ്ങൾ ഈ കണക്കുകൾ നിങ്ങൾക്ക് മുന്നിൽ വെച്ചത് ഞങ്ങൾ വച്ചുവെങ്കിൽ പോലും ഞങ്ങൾ ഒരു പ്രവചനത്തിനില്ല. കണക്കുകൾ വച്ചുകൊണ്ടുള്ള സാധ്യതകളാണ് ഞങ്ങൾ ഒരുപക്ഷെ വാക്കുകൾക്കിടയിൽ കൂടി ഞങ്ങൾക്ക് സൂചിപ്പിച്ച് പോയിട്ടുള്ളത്. പക്ഷേ പ്രവചിക്കേണ്ടത് ഞങ്ങളുടെ പ്രേക്ഷകരാണ്, ABC-യുടെ പ്രേക്ഷകരാണ്. നിങ്ങൾക്ക് ഞങ്ങളുടെ കമന്റ് ബോക്സിലേക്ക് ചെല്ലാം. എത്രയും വേഗം അത് ക്ലിക്ക് ചെയ്ത് ഏത് മുന്നണിക്കാണ് വിജയ സാധ്യത പുനലൂർ മണ്ഡലത്തിൽ എന്ന് പ്രവചിക്കാം. എത്രയും വേഗമാകട്ടെ. 2026 കേരളത്തിൽ ആര് ജയിക്കും? ABC മലയാളം ഒരുക്കുന്ന ജനകീയ പോളിംഗിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വോട്ട് ചെയ്യാം. ദയവായി നിങ്ങൾ പോളിൽ പങ്കെടുത്തതിന് ശേഷം ആ ലിങ്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. കേരളം 2026 ആര് ഭരിക്കുമെന്ന് നിങ്ങൾക്ക് പ്രവചിക്കാനുള്ള അവസരം നിങ്ങൾ വിനിയോഗിക്കുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.